ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഞാനിന്നൊരു ചേമ്പ് കറിയുമായിട്ടാണ് വന്നിട്ടുള്ളത്. എന്നാൽ അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം. ചേമ്പ് കറി ഉണ്ടാക്കുവാൻ വേണ്ടി ഞാൻ 3 ചേമ്പ് എടുത്ത് വെച്ചിട്ടുണ്ട്. അത് തൊലിയൊക്കെ കളഞ്ഞ് കട്ട് ചെയ്തെടുക്കാം. ചേമ്പ് ഇതുപോലെ നീളത്തിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അത് നമുക്കൊരു മൺചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കാം. മൺചട്ടിയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നീട് ഒരു പച്ചമുളക് ഇട്ട് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ പുളിവെള്ളമാണ്, അത് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നീട് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾ പൊടി ഇട്ട് കൊടുക്കാം. 1 ടീസ്പൂൺ ഉപ്പിട്ട് കൊടുക്കാം. പിന്നീട് ഇത് നികത്തെ ഈ ചേമ്പുള്ള വിധം വരെ നികത്തെ വെള്ളമൊഴിച്ച് നമുക്കിത് വേവിച്ചെടുക്കാം. ഇത് മൂടിയിട്ട് വേവിച്ചെടുക്കാം. അത് അവിടുന്ന് വെന്ത് വരട്ടെ. ആ വെന്ത് വരുന്ന നേരം കൊണ്ട് നമുക്ക് ഇതിന് വേണ്ട അരപ്പ് തയ്യാറാക്കണം. ഈ അരപ്പിന് വേണ്ടി 1 മുറി തേങ്ങ എടുത്തിട്ടുണ്ട്, 3 അല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്, 5 ചെറിയ ഉള്ളി തൊലി കളഞ്ഞ് വെച്ചതാണ്, 1/2 ടീസ്പൂൺ ജീരകം എടുത്തിട്ടുണ്ട്, കുറച്ച് കാന്താരിയും എടുത്തിട്ടുണ്ട്. ഈ 3 വെളുത്തുള്ളിയും 1/2 ടീസ്പൂൺ ജീരകവും ഈ ചേമ്പ് കറിക്ക് മസ്റ്റായിട്ടും വേണ്ടതാണ്. എന്നാൽ നമുക്കിത് അരച്ച് കൊണ്ടുവരാം. ചേമ്പ് ഇവിടെ വെന്ത് വന്നിട്ടുണ്ട്. നമുക്ക് നോക്കാമല്ലോ. ഇത് ഉടയാതെ കിട്ടിയിട്ടുണ്ട്. നമുക്കതിലേക്ക് അരച്ച് വെച്ച അരപ്പ് ചേർക്കാം. ആവശ്യത്തിന് വെള്ളവും ഒഴിച്ചു കൊടുക്കാം. ഇളക്കി യോജിപ്പിച്ചൊന്ന് തിളപ്പിച്ചെടുക്കാം. ഒരു തിള വരവേ വേണ്ടൂ. ഇത് ഇത്രയും വന്നാൽ മതി. ഒരു തിള വന്നാൽ മതി. കറി ഇവിടെ തിളച്ച് വന്നിട്ടുണ്ട്. അത് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഈ ഓഫ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്നാൽ നമുക്കിതൊരു സർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. പിന്നീട് ഇതിന് കുറച്ച് താളിച്ചൊഴിച്ച് കൊടുക്കണം. അതിനുവേണ്ടി നമുക്ക് താളിച്ച് കൊടുക്കാം. കടുക് താളിച്ചെടുക്കാനായി ഞാനൊരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. ഒരു 4 അല്ലി ചെറിയ ഉള്ളി കട്ട് ചെയ്തെടുത്തിട്ടുള്ളതാണ്, അതിട്ട് കൊടുക്കാം. പിന്നീട് ഒരു 2 വറ്റൽമുളകാണ്, അതുകൂടി ഇട്ട് കൊടുക്കാം. കടുക് താളിച്ച് ഇവിടെ മൂത്ത് വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് ഒഴിച്ച് കൊടുക്കാം. നല്ല അടിപൊളി ചേമ്പ് കറി ഇവിടെ റെഡിയായിട്ടുണ്ട്. എല്ലാവരും ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കണേ. നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കുവാനും. എന്നാൽ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കി ഫീഡ്ബാക്ക് അറിയിക്കണേ. കമൻറ്റും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അടുത്തൊരു വീഡിയോയുമായി വരുന്നത് വരെ എല്ലാവർക്കും താങ്ക് യു ഫോർ വാച്ചിങ്.